കർത്താവിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ശ്രവിക്കാൻ പോകുന്ന വചനം വളരെയധികം ഗൗരവമേറിയ വചനമാണ്. എല്ലാവരും വിശ്വാസത്തോടെ, ഭക്തിയോടെ, എളിമയോടെ കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിനെ സ്വീകരിക്കണം. ആ വചനത്താൽ നവീകരിക്കപ്പെടുവാനും തയ്യാറാകണം. ലൂക്കാസ് വിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വചനം. ജനക്കൂട്ടത്തിൽ വെച്ചൊരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കുവാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിലെൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, പോഷ, ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്കു വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവൻ. കർത്താവിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, വളരെയധികം ഗൗരവമേറിയൊരു വചനമാണ് നാം ഇന്ന് കേട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അനേക മക്കളുടെ ബന്ധനം, അനേക മക്കളുടെ പൈശാചിക ബന്ധനം എന്ന് വെച്ചാൽ ധനാസക്തിയാണ്. 1 തിമോത്തി 6:10, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ ചില വിശ്വാസം തന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. സത്യമാണ്. പണത്തോടുള്ള കൊതി മൂലം ജീവിത പങ്കാളിയെ ഉപേക്ഷിച്ചിട്ടുള്ള ചരിത്രങ്ങൾ വന്നിട്ടുണ്ട്. മക്കളെ ഉപേക്ഷിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ മാതാപിതാക്കളെ പോലും അവഗണിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പണത്തിനും ജോലിക്കും ഒന്നാം സ്ഥാനം, ജോലിക്ക് പണം ഒരുമിച്ച് പോകുന്നതാണ്. അതിന് ഒന്നാം സ്ഥാനം കൊടുത്തപ്പോൾ എല്ലാം ഉപേക്ഷിച്ച ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ പരിണിത ഫലങ്ങൾ ഒരുപാട് വേദനകളും പീഡകളും തകർച്ചകളും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ബൈബിളിൽ നാം വായിച്ച് കേട്ടത്, ഈശോയുടെ ഒരുവൻ വന്ന് പറയുക, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണേ. പിതൃസ്വത്ത്, അതായത് അപ്പൻ്റെ സ്വത്ത് ഞാനുമായിട്ട് അവൻ്റെ സഹോദരൻ്റെ കൈവശം ഇരിക്കുകയാണ് മുഴുവൻ സ്വത്തും. അപ്പോൾ അത് എനിക്ക് കിട്ടാനുള്ള സമ്പത്ത് എനിക്ക് കിട്ടണം. അപ്പോൾ ദൈവസന്നിധിയിൽ ഒന്ന് പറയുക, അത് എനിക്കൊന്ന് വിധിച്ച് കിട്ടാൻ, എനിക്ക് കിട്ടാൻ വേണ്ടി സഹായിക്കണമെന്ന് ഈശോയോട് പറയുക. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇവിടെ വളരെ ഗൗരവമേറിയ കാര്യം, അവിടെ ഈശോ കൊടുക്കുന്നൊരു മറുപടിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈശോയുടെ മറുപടി. ഈശോനോട് പറഞ്ഞു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനുമായി ആര് നിയമിച്ചു? ചിലരൊക്കെ ദൈവത്തെ കാണുന്നത് ഈ പണസമ്പാദനത്തിൻ്റെ ഒരു വേദിയായിട്ട്. ധ്യാനങ്ങളിൽ പോലും ചിലപ്പോൾ ആളുകൾ വരുമ്പോൾ പണമുണ്ടാക്കുക, സ്വത്ത് നേടിയെടുക്കുക, സ്വത്ത് കിട്ടുക, അതിനു വേണ്ടിയുള്ള വഴി, അതിനുമായിട്ട് ചെല്ലുക. അവിടെ വരുമ്പോൾ ദൈവത്തെ മൈൻഡ് ചെയ്യുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കൾ, നമ്മുടെയൊക്കെ ഏറ്റവും വലിയ തകർച്ച സ്രഷ്ടാവിനേക്കാളുപരി സൃഷ്ടിയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. സൃഷ്ടിക്ക് ഒന്നാം സ്ഥാനം, ഭൗതികതയ്ക്ക് ഒന്നാം സ്ഥാനം. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ദൈവത്തെ ആശ്രയിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അതിൻ്റെതായ വേദനകളും ദുഃഖങ്ങളും ബന്ധനങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈശോ പറയുകയാണ്, അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുന്നു. ഇതൊരു വലിയൊരു കാര്യം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കാൻ പറയും. അത്യാഗ്രഹം, മനുഷ്യന് ഒത്തിരി അത്യാഗ്രഹങ്ങളുടെ കാലഘട്ടം. പണം ഉണ്ടാക്കണം, വലിയ വീട്, വലിയ ജോലി, വലിയ വിദ്യാഭ്യാസം, വലിയ സൗകര്യം, ജീവിത പങ്കാളി, വലിയ സുന്ദരി, വലിയ എല്ലാം, അതാണ് വലിയ അത്യാഗ്രഹം. ഈ അത്യാഗ്രഹം തന്നെ ഒരു പാപമാണ്. ഈ അത്യാഗ്രഹം എല്ലാ സുഖങ്ങളും ആസ്വദിക്കാൻ,
ലോകത്തിന് മുഴുവൻ സുഖങ്ങളും. അതിനുവേണ്ടി ദൈവത്തെ പോലും കൂട്ടുപിടിക്കുന്ന ആളുകളുണ്ട്. മാരകമായ പാപമാണത്, തിന്മയാണത്, ബന്ധനമാണത്, പൈശാചിക ബന്ധനമാണ്. അത് അഴിഞ്ഞു പോകാൻ വേണ്ടി ആഗ്രഹിക്കണം, കുടുംബം കളയും. അതാണ് ചിലർക്ക് ഒരുപാട് നിരാശയ്ക്ക് അടിമപ്പെടുന്നതുകൊണ്ട് ഈ അത്യാഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ മനുഷ്യനുണ്ടാകുന്നതാണ് കടുത്തമായ നിരാശ. ആഗ്രഹങ്ങൾ ദൈവം നമുക്കത് സാധിച്ചു തരുന്നുണ്ട്. പക്ഷെ ആഗ്രഹങ്ങളല്ല മനുഷ്യൻ്റെ കുഴപ്പം, അത്യാഗ്രഹങ്ങൾ അത് ഉള്ളിൽ കിടക്കുക, അവൻ്റെ ഉള്ളിൽ മുഴുവൻ ദുർമോഹം കിടക്കുക. ബൈബിൾ ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുക. അപ്പോഴാണ് മനുഷ്യൻ കൊലപാതകം നടത്തും, ഗർഭഛിദ്രം നടത്തും, വഴിവിട്ട ബന്ധങ്ങൾക്ക് പോവും. ഈ അത്യാഗ്രഹം ഇതൊരു വലിയൊരു തിന്മയാണത്. അതിനെ നിയന്ത്രിക്കാൻ സെൽഫ് കൺട്രോൾ സ്വയം നിയന്ത്രിക്കാനായിട്ട് ഒരുവന് സാധിക്കുന്നില്ലെങ്കിൽ അവൻ തകർന്നു പോകും. സ്വയം നിയന്ത്രിക്കാത്തവനെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. സ്വയം നിയന്ത്രിക്കാത്തവനെ മറ്റാര് നിയന്ത്രിച്ചാലും നിയന്ത്രണത്തിലൂടെ വരത്തില്ല. ഗവൺമെൻറ്റോ സമൂഹമോ ആര് നിയന്ത്രിച്ചാലും നിയന്ത്രിക്കപ്പെടാൻ പോകുന്നില്ല. ആര് നോക്കിയാലും നടക്കും. സ്വയം നിയന്ത്രിക്കാൻ അവിടെ ഉണ്ട്. അതാണ് ദുർമോഹം നിൽക്കുകയാണ്. ഈ ദുർമോഹം അവനെ തകർച്ചയിലേക്കും ബന്ധനങ്ങളിലേക്കും നാശത്തിലേക്കും സാത്താൻ്റെ പിടിയിലേക്കും കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ പറയുകയാണ്, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഈശോയുടെ ഏറ്റവും നല്ല വചനം. മനുഷ്യ ജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല. സമ്പത്ത് കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി, വലുതാക്കാൻ വേണ്ടി, പേരും പെരുമയും പ്രശസ്തിയും കിട്ടാൻ വേണ്ടി മനുഷ്യൻ ഓടുകയാണ്. അപ്പം അതുകൊണ്ടല്ല മനുഷ്യ ജീവിതം ധന്യമാകുന്നത് എന്ന് ഈശോ പഠിപ്പിക്കുക. ഒരു ഉപമ അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും. ഇന്നത്തെ സമൂഹം അതാ. പണം കിട്ടി, ജോലിക്ക് പോയപ്പോൾ പണമായി, ജോലി ചെയ്ത് ഇഷ്ടംപോലെ സമ്പത്ത് കിട്ടി, ഡോളറുകൾ, പൗണ്ട്സ് ഒരുപാട് കിട്ടി, യൂറോകൾ കിട്ടി, ഇഷ്ടംപോലെ കിട്ടി, മണിയൊക്കെ ഇഷ്ടംപോലെ കിട്ടിക്കഴിയുമ്പോൾ പൊളിച്ച് അവൻ പറയാണ്, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും. ഇന്ന് കേരളം മുഴുവനും ലോകം മുഴുവൻ കണ്ടത് അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയുകയാണ്. ചെറിയ വണ്ടി വിറ്റ് വലിയ വണ്ടി വാങ്ങിക്കുക, ചെറിയ വീട് പൊളിച്ച് വലിയ വീട് പണിയുക, ചെറിയ ബിസിനസ് മാറ്റി വലിയ ബിസിനസ്. അത് ഇത് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അതെല്ലാം ധനമോഹത്തിൽ കഴിയുകയാണ്. ദൈവഹിതത്തിനെതിരെ, ദൈവവചനത്തിനെതിരെ പോകുന്ന ആളുകളാണ്. അവർക്ക് ഈശോ, അതിൻ്റെ പിന്നിൽ ഈശോയെ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ സമ്പന്നന്മാർക്ക് പലപ്പോഴും പള്ളിയിൽ പോകും വലിയ ആഗ്രഹം. നമ്മൾ പറഞ്ഞില്ലേ, എൻ്റെ പിതൃസ്വത്ത് ഞാനുമായിട്ട് പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ധനികൻ വന്നിട്ട് ഈശോയോട് പറയുക. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഈശോയോട് പറയും, എനിക്കത് കിട്ടണം, എനിക്ക് അവിടെ കിട്ടണം, ഇത് കിട്ടണം, ഇത് വിടണം. പ്രിയപ്പെട്ടവർ, അതിൻ്റെ ദുരന്ത ഫലം ഇന്ന് ലോകം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെയൊക്കെ ഫലമാണ് വിവാഹമോചനങ്ങളുണ്ടാകും, മക്കളെ നഷ്ടപ്പെടും, മക്കൾ വിശ്വാസം നഷ്ടപ്പെടുത്തും, പാപകരമായ ജീവിതത്തിലേക്ക് ജീവിത പങ്കാളി പോകും, കടുത്ത നിരാശയിലോട്ട് പോകും, ആത്മഹത്യയിലോട്ട് പോകും, തകർച്ച മുഴുവൻ. പണക്കൊതി കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം തകർന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പിന്നെ പള്ളി പോകാൻ താല്പര്യമില്ല, പിന്നെ എല്ലാവരും വിമർശിക്കും. 10 പണം ഉണ്ടായി കഴിയുമ്പോൾ എല്ലാം ആയി എന്ന് ചിന്തിക്കും. വീട് പൊളിച്ച് വലുത് പണിത് കഴിയുമ്പോൾ ഇനി ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ദൈവം നോക്കിയാലും പറ്റില്ല, ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ല, ഒരു യേശുക്രിസ്തുവിൻ്റെ ആവശ്യമില്ല. അഹങ്കാരം, വലിയ അഹങ്കാരം കയറും. ധനികർക്ക് പലപ്പോഴും കൂടെ അഹങ്കാരം, വചനം കയറിയാൽ അവർ പുച്ഛഭാവത്തോടെ കേൾക്കും, അനുസരിക്കില്ല. അവർ അവരുടെ വഴിയിലേ പോകും. അത് പൈശാചിക ശക്തിയെ അവർ കൺട്രോൾ ചെയ്യുന്നത്. പൈശാചിക സ്പിരിറ്റ്, ആത്മാക്കൾ, ദുരാത്മാക്കൾ, ദുഷ്ടശക്തിയുടെ അടിമത്തത്തിലാണ്. അതോടെ ജീവിതം തകർച്ചയിലോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിലെൻ്റെ ധാന്യവും വിഭവങ്ങളും ഞാൻ സംഭരിക്കും. അവനതല്ല ചെയ്യേണ്ടിരുന്നത് ദൈവം അവന് കൊടുത്ത പണം പാവപ്പെട്ടവനുമായിട്ട് പങ്കുവയ്ക്കാനാണ്. കൊടുക്കില്ല, ആർക്കും കൊടുക്കില്ല. എനിക്ക് വേണ്ടി മാത്രം, എൻ്റെ വളർച്ച, എൻ്റെ കെട്ടിടങ്ങളുടെ വളർച്ച, എൻ്റെ ഉയർച്ച, അല്ലാതെ വേദനിക്കുന്നവനോടോ അല്ലെങ്കിൽ അനുദപിക്കുന്നവനോടോ അല്ല സഹനം അനുഭവിക്കുന്നതോ പങ്കുവയ്ക്കാൻ ഒരു അനാഥ മന്ദിരത്തിലുള്ളവരോടോ അല്ലെങ്കിൽ ചുറ്റുമുള്ള വേദനിക്കുന്ന വിവാഹം നടക്കാത്ത കുടുംബങ്ങളോ സഹായിക്കാനോ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാനോ, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കാനോ, ആരോഗ്യമില്ലാത്തവനെ ഒന്ന് സഹായിക്കാനോ, സപ്പോർട്ട് ചെയ്യാൻ
നമ്മൾ ഒരിക്കലും ചെയ്യില്ല. അത് ഇവന്റെ മാത്രം വളർച്ച, ഇവന്റെ വീട് മാത്രം പൊളിച്ചു പണിയുക. അപ്പോൾ അവനെ നോക്കി ദൈവം വിളിക്കുന്ന പേരാണ് ഭോഷനായ ധനികൻ. ഭോഷനായ ധനികൻ, അറിവില്ലാത്ത ധനികൻ. അവനെ അറിഞ്ഞുകൂടവന് അവൻ എന്താണ് ഇനി വരാൻ പോകുന്നത്. അവൻ്റെ ആത്മാവ് നരകാഗ്നിയിലോട്ട് പോകുന്നു എന്നുള്ളത് അവൻ അറിയുന്നില്ല. അപ്പോൾ വീണ്ടും വചനം പറയുക, അവൻ പറഞ്ഞു, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിലെൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. എന്തിനു സംഭരിക്കുക? കൊടുക്കില്ല. ചില ആൾക്കാരോട് ഇങ്ങനെ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുക, വാരിക്കൂട്ടുകയോ എന്നിട്ട് ദൂർത്തടിക്കുക, ലോകം മുഴുവൻ നടന്ന് എൻജോയ് ചെയ്യുക, ആർഭാടമായി ജീവിക്കുക, വലിയ വസ്ത്രങ്ങളും വിലപിടിപ്പുള്ള ആഭരണങ്ങളും ഒക്കെ എനിക്ക്. അപ്പം ഇതെല്ലാം ഓർത്തണം. എന്നിട്ട് കഴുത്തിൽ കൊന്തയൊക്കെ ഇട്ടുകൊണ്ട് കൈ കൊന്തയൊക്കെ പിടിച്ച് പള്ളിയിൽ പോകുമ്പോൾ ഓർത്തണം, ദൈവം പ്രസാദിക്കുമോ എന്ന് ചിന്തിച്ച് നോക്കുക. സമ്പത്തിനെ ദൈവമായിട്ടും സമ്പത്തിനെ നേട്ടമായിട്ടും ആർക്കും പങ്കുവയ്ക്കാതെ വാരിക്കൂട്ടി തിന്നും കുടിച്ച് വിശ്രമിച്ച് കഴിയുന്നവൻ രാത്രിയിലാണ് കഴിയുന്നത്, ഇരുട്ടിലാണവൻ, സാത്താനാണ്, പൈശാചിക ശക്തിക്ക് അടിമപ്പെട്ട് കഴിയുന്നവനാ, പാപത്തിൽ കഴിയുന്നവനാ, നരകത്തിൽ കഴിയുന്നവനാണ്. അപ്പൊ ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെട്ടാൽ നീ സമ്പാദിച്ചതൊക്കെ സ്വരുക്കൂട്ടിയതൊക്കെ ആരുടേതാകും? പോഷ എന്ന് വിളിക്കുക. അപ്പം ഇങ്ങനെ വാരിക്കൂട്ടിയിരിക്കുന്ന, ആർക്കും കൊടുക്കാതെ, പങ്കുവയ്ക്കാതെ, വീതം വെക്കാതെ, മക്കളെ സ്നേഹിക്കാതെ, വല്ല ആർക്കും കൊടുക്കാതെ പിടിച്ചു വച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള മക്കളോട് ദൈവം പറയുന്ന വാക്ക് ഇതാണ്, പോഷ. ഭോഷ. ഈ രാത്രിയിൽ നിന്റെ ആത്മാവ് ഇതാണ്. ഈ രാത്രി വെച്ചാൽ നീ ആയിരിക്കുന്ന രാത്രിയിലാണ്, അന്ധകാരത്തിൽ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകം മുമ്പാടും കാണാം ഒരുപാട് മക്കള് രാത്രിയിൽ കഴിയുക, ഇരുട്ടിൽ കഴിയുക. യൂദാസ് ഈ കർത്താവിൽ നിന്ന് അപ്പക്കഷണം സ്വീകരിച്ചിട്ട് അവൻ സ്വീകരിച്ചു. അവൻ ആ സമയത്ത് പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞ ശേഷം യോഹന്നാൻ പറയുന്നുണ്ട്, അപ്പോൾ രാത്രിയായിരുന്നു എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയായിരുന്നു, ഇരുട്ടായിരുന്നു. അവൻ്റെ മനസ്സാണ് ഇരുട്ടാണ്. ധനവാന്റെ മനസ്സ് പലപ്പോഴും അന്ധകാരമാണ്, ഇരുണ്ട മനസ്സാണത്. അവന് ചെറുതാകാൻ പറ്റില്ല. അവന് വലിയ ആളാണെന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് പിന്നെ മാനസാന്തരം പോലും അവന് പറ്റില്ല. ധനവാന്മാർക്ക് മാനസാന്തരം വലിയ ബുദ്ധിമുട്ടാ. കാരണം ഇതെങ്ങനെ മാറും? കാരണം അവന് എളുപ്പപ്പെടാൻ ആവില്ല, അവന് ചെറുതാകാനാവില്ല പലപ്പോഴും. അതവനെ മുറുകെ പിടിക്കുക. ചിലരുണ്ട് പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രസംഗിക്കുന്നവരുണ്ട്. അതായത് യേശുവിൽ വിശ്വസിച്ചാൽ മതി, പണം ഉണ്ടാവും, ബിസിനസ്സൊക്കെ വളരും, നീ ലോകത്തിൽ വലിയ ആളായിട്ട് തീരും. എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടെ? ഇങ്ങനെയൊക്കെ ബൈബിൾ മുഴുവൻ കെനോസിസാണ്, ശൂന്യവൽക്കരണത്തിൻ്റെ ദൈവശാസ്ത്രം. ഈശോ മിശിഹ നമുക്ക് കാണിച്ചെന്ന മാതൃകത. അവൻ പുൽക്കൂട്ടിൽ പിറന്ന് അവന് മുഴുവൻ അങ്ങനെ പോയത്. മനുഷ്യപുത്രന് ഭൂമിയിൽ തലചായ്ക്കാൻ ഇടയില്ലായിരുന്നു. അവൻ അവസാനം ഈശോ മരിക്കുന്ന കാൽവരി കുരിശിൽ അവൻ നഗ്നനായിട്ട് കുരിശിൽ കിടന്ന് മരിക്കുകയാണ്. അവന് അടക്കപ്പെടുന്നവരും വേറൊരുവൻ്റെ കല്ലറയിൽ അടക്കപ്പെടുന്ന സംഭവം, ഒന്നുമില്ലാത്തവനായിട്ട് കഴിയുന്നത്. അതാണ് ആധ്യാത്മികത. അതിലേക്കാണ് ഓരോ ക്രിസ്ത്യാനിയും രൂപാന്തരപ്പെടേണ്ടത്. അതിലേക്കാണ് ഓരോ വ്യക്തിയും പോകേണ്ടത്. അതാണ് ആത്മീയത. അതാണ് ആത്മീയനാകുന്നത്. അങ്ങനെയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്നത് സമ്പത്തെന്നുള്ള ദുർമോഹത്തെ, അത് വലിയൊരു സംഭവം. ഇന്ന് മുഴുവൻ അത് ഇന്ന് കുഞ്ഞുങ്ങൾക്കും യുവാക്കൾക്കും യുവതികൾക്കും എല്ലാം കൊടുക്കുന്ന പ്രേരണീയത. അപ്പം ഇന്നെല്ലാം മോചനപ്പെടാനായിട്ട് നമുക്ക് തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. അവിടെ വചനം പറയുക, ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും, അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്ന ആരുടേതാകും. അതെ, മരണമെന്നൊരു വിളിയുണ്ടെന്ന് എല്ലാ ധനവാന്മാരും ഓർത്തോണം. ഈ ഇരുട്ടിൽ കഴിയുന്ന മുഴുവൻ ആളുകളും എല്ലാവരും ഓർത്തോണം. അത് മരണമെന്നൊരു വിളിയുണ്ട്. ഇവിടെ ദരിദ്രനും ഇതേ മനോഭാവമുണ്ട്. ചിലരുണ്ട് പണമൊന്നുമില്ലെങ്കിൽ പണക്കൊതി മാത്രമുണ്ട്, വീടൊന്നും കാണില്ല, പക്ഷേ അവൻ്റെ ഉള്ളിലും കൊണ്ടൊരു ധനാസക്തി കയറി കിടക്കുകയാണ്. അവൻ നിരാശനായിട്ട് കഴിയുക. എനിക്ക് കാശില്ല, എനിക്ക് പണമില്ല, എനിക്ക് വീട്ടില്ല, എനിക്കതില്ല, അതിങ്ങനെ അത് തന്നെ ഈ തിന്മയാണ്, പിശാചിൻ്റെ ബന്ധനമാണ്. അവിടെയൊക്കെ ഞാൻ ഓരോ ക്രിസ്ത്യാനി മോഡലായിട്ട് എടുക്കേണ്ടത് നസ്രായനായ യേശു ക്രിസ്തുവിനെയാണ്. അവൻ്റെ മനോഭാവം, അവൻ്റെ ജീവിതശൈലി, അവൻ്റെ സ്വഭാവം, അവൻ്റെ ശിഷ്യരുടെ മനോഭാവം, ഇതാണ് എടുക്കേണ്ടത്. ആ വഴിയിലൂടെയാണ് പോകേണ്ടത്.
വിശുദ്ധിയുടെ മാർഗമത. അതൊരു കൃപയാ മക്കളെ. അങ്ങനെ ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ റൂഹ നമ്മളിൽ നിറയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഈ ധനം അത് മുഴുവൻ ബന്ധനമായിട്ട് മാറും. നമ്മുടെ മക്കളെയൊക്കെ വലുതാക്കാനും പെരുമയേൽക്കാനും ഒക്കെ പോകുമ്പോൾ ഈ ധനാസക്തി കയറിയിട്ട് നമ്മളെ പൂട്ടും. നമ്മളെ പൂട്ടും. ഒരുപാട് മക്കളെ പൂട്ടുന്നതാണ്, വലിയ താഴിട്ട് പൂട്ടുന്നതാണ് ധനാസക്തി എന്ന സ്പിരിറ്റ്. അതുകൊണ്ടാണ് കൊളോസസ് 3:5 പറയുന്നത് വിഗ്രഹാരാധന തന്നെയാണിത്. വിഗ്രഹ ആരാധന തന്നെയാണ് ദ്രവ്യാസക്തി എന്ന് പറയുന്നത്. ഒരു വിഗ്രഹമാണത്. അതിനെ ആരാധിക്കുക. നമ്മൾ ആരാധിക്കില്ല, ആഗ്രഹിക്കുന്ന അത്യാഗ്രഹമുള്ളതിനെ നമ്മൾ ആരാധിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതേ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലോട്ട് കയറി വരും. അപ്പോൾ ഈ ധനാസക്തി, പാപാസക്തി കയറി പിടിക്കുന്ന കാണാൻ പറ്റും. അവിടെ പ്രിയപ്പെട്ട മക്കളെ അവനോട് പറയുകയാണ്, ദൈവം അവനോട് പറഞ്ഞു, പോഷാ, ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്കു വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെച്ചിരിക്കുക. വലിയൊരു വചനമാണ്. ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ ലോകത്തിൻ്റെ സന്നിധിയിൽ സമ്പന്നനാകുന്ന ഒത്തിരി മക്കളുണ്ട്. ദൈവസന്നിധിയിലാണ് നീ സമ്പന്നനാകേണ്ടത്, അല്ലാണ്ട് ലോകത്തിൽ മനുഷ്യരുടെ മുമ്പിൽ വലിയവനാകും. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചാൽ മതി, ധനാസക്തി വിട്ടുപോകാൻ ഒറ്റ വഴിയുള്ളൂ. ഈ സമ്പാദിക്കുന്നൊക്കെ നമുക്ക് കൂട്ടത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. മരണമെന്ന് വിളി വരുമ്പോൾ ഇതൊന്നും ചുമന്നു കൊണ്ടുപോകാൻ പറ്റില്ല. വെറും 6 അടി മണ്ണിലേക്ക് പോയിട്ട് തീരുന്നൊരു മനുഷ്യജന്മം നമ്മുടെ ജന്മം. എന്തെല്ലാം ഉണ്ടെങ്കിലും ആ കുഴിയോടുകൂടി മൂടപ്പെടും, മൊത്തം തീരുകയാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് അതോടെ നിന്റെ പേര്, നിന്നെക്കുറിച്ചുള്ള കാഴ്ച മുഴുവൻ തീരുക. അപ്പോൾ അതിനുശേഷം ദൈവസന്നിധി നിൽക്കുമ്പോൾ ദൈവം നിന്നോട് ചോദിക്കുന്നത് കുറേ ചോദ്യങ്ങളുണ്ട്. ഞാൻ നിനക്ക് കഴിവ് തന്നു, ഞാൻ നിനക്ക് ബുദ്ധി തന്നു, ഞാൻ നിനക്ക് അറിവ് തന്നു, നീ എല്ലാം സമ്പാദിച്ചു. പക്ഷേ ഈ സമ്പാദിച്ചത് നിനക്ക് ചുറ്റുമുള്ള വേദനിക്കുന്നവരുമായിട്ട്, കണ്ണുനീരൊഴുക്കുന്നവരായിട്ട് നീ പങ്കുവെക്കുവാനായിട്ട് നീ തയ്യാറായോ? നീ എന്ത് ചെയ്തു? ആർക്കും കൊടുത്തില്ല. മറ്റൊരുത്തൻ വേദനിക്കുന്നുണ്ടോ, സങ്കടപ്പെടുന്നുണ്ടോ, രോഗികളുണ്ടോ, അനാഥരുണ്ടോ? അവരെ ഞാനോട്ട് യാതൊരു ബന്ധമില്ല. അതുകൊണ്ടാണ് വീടിന് ചുറ്റും വലിയൊരു മതിലൊക്കെ വെച്ച് നമ്മളങ്ങ് പൂട്ടി നമ്മുടെ ജീവിതം. അവരുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല, അവരെൻ്റെ ആരുമല്ല, എനിക്ക് അവരെ അറിയുകയും വേണ്ട. അവിടെ തീർന്നാലോ നശിച്ചാലോ ഒന്നും കുഴപ്പമില്ല, എനിക്ക് പുണ്യവാനാകണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കത് പുണ്യത്വമല്ല, പുണ്യ വളർച്ചയല്ല. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഹൃദയം സൂക്ഷിച്ചു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. അതുകൊണ്ട് ധനാസക്തി എന്നുള്ള ദുഷ്ടപിശാചിൽ നിന്ന് പൂർണ്ണമായിട്ടും വിടുതൽ കിട്ടുവാൻ വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. 1 തിമോത്തി 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള വചനം ഒന്ന് കേട്ടുകൊള്ളുക. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിബന്ധിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളെ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. ക്രിസ്തുവിനെ ഉപേക്ഷിച്ചു പോകുന്ന മുഴുവൻ ആളുകളും ധനമോഹം കൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. ധനമോഹം, വിശ്രമിക്കണം, തിന്നണം, കുടിക്കണം, ഈ തിന്മയുടെ ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നവൻ നഷ്ടപ്പെടുന്നത് വലിയൊരു സമ്പത്ത് നഷ്ടപ്പെടും. മറ്റൊന്നുമല്ല, നസ്രായനായ യേശു ക്രിസ്തുവിനെ തന്നെ. ദൈവമേ കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിൽ ഭയഭക്തിയോടെ പങ്കെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹിതൻ, നാഥൻ, ദൈവം. എല്ലാവരും ഹൃദയം തുറന്ന് വിളിക്കട്ടെ. യേശു, യേശു, സ്നേഹിതൻ, നാഥൻ, ദൈവം.
സൗഖ്യമുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, സകല ബന്ധനങ്ങൾ അടിയട്ടെ യേശുനാമത്തിൽ. എല്ലാ പൈശാചിക പീഡകളും വിട്ടുപോകട്ടെ യേശുനാമത്തിൽ അടിയട്ടെ. സാത്താന്റെ പീഡകൾ മുഴുവൻ വിട്ടുപോകട്ടെ, പാപശക്തികൾ വിട്ടുപോകട്ടെ, അന്ധകാരം വിട്ടുപോകട്ടെ, രോഗപീഡകൾ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ, അശുദ്ധാത്മാക്കൾ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ, രോഗപീഡകൾ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ, അശുദ്ധ ശക്തികൾ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ, തടസ്സങ്ങൾ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ, പാപശക്തികൾ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ, കുടുംബത്തിലെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ യേശുനാമത്തിൽ, തകർച്ചകൾ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ, നിരാശ വിട്ടുമാറും യേശുനാമത്തിൽ, സമാധാനം നിറയട്ടെ യേശുനാമത്തിൽ, സന്തോഷം നിറയട്ടെ യേശുനാമത്തിൽ, ആനന്ദം നിറയട്ടെ യേശുനാമത്തിൽ, പ്രത്യാശ നിറയട്ടെ യേശുനാമത്തിൽ, വിശ്വാസം ലഭിക്കട്ടെ യേശുനാമത്തിൽ, കൃപ നിറയട്ടെ യേശുനാമത്തിൽ, സമാധാനം നിറയട്ടെ യേശുനാമത്തിൽ, ഈ വചനത്തിന്റെ ശക്തി നിറയട്ടെ യേശുനാമത്തിൽ, അനുതാപം ഉണ്ടാകട്ടെ യേശുനാമത്തിൽ, പാപബോധം ഉണ്ടാകട്ടെ യേശുനാമത്തിൽ, പരിശുദ്ധാത്മാവ് നിറയട്ടെ യേശുനാമത്തിൽ, പരിശുദ്ധാത്മാവിനെ ലഭിക്കട്ടെ യേശുനാമത്തിൽ, കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് തീമഴ പെയ്തിറങ്ങട്ടെ യേശുനാമത്തിൽ, പരിശുദ്ധാത്മാവ് തീമഴ പെയ്തിറങ്ങട്ടെ യേശുനാമത്തിൽ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുനാമത്തിൽ, കരങ്ങളുയർത്തി ഈശോയെ എന്ന് വിളിച്ച് ഈശോയെ എല്ലാവരും വിളിച്ചു പാടും. സ്നേഹിതൻ നാഥൻ ദൈവം സംഭവിക്കട്ടെ, അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു സംഭവിക്കട്ടെ. യേശു പൗർണഭിഷേകം, യേശു സ്നേഹിതൻ നാഥൻ ദൈവം. അഭിഷേകം കൊടുക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി കണ്ണുകളടച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അടുത്തേക്ക് വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓരോ വ്യക്തിയുടെ അടുക്കൽ ഈശോയെ അങ്ങ് ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവേ അങ്ങ് പ്രത്യക്ഷപ്പെടണം. ഹല്ലേലൂയ, പരിശുദ്ധനായ കർത്താവേ, ഇപ്പോൾ ആരെല്ലാം ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് അണ്ണതിലൊടുക്കി പ്രാർത്ഥിക്കുന്നു, അവർക്കെല്ലാം അങ്ങ് പ്രത്യക്ഷപ്പെടണം. സ്നേഹം തന്നെയായ ദൈവമേ, കരുണ തന്നെയായ ദൈവമേ, സൗഖ്യം നൽകുന്ന കർത്താവ്, വിടുതൽ നൽകുന്ന കർത്താവ്, എല്ലാ മക്കൾക്കും പ്രത്യക്ഷപ്പെടണം, പ്രത്യക്ഷപ്പെടണം. അത്ഭുതങ്ങൾ കൊടുക്കണം കർത്താവ്, കണ്ണുനീരൊപ്പണം കർത്താവ്, തുടച്ചു മാറ്റണം, വഴി കാണിച്ചു കൊടുക്കണം, ശക്തി കൊടുക്കണം, ശക്തിയോടെ കർത്താവേ കരുണയായിരിക്കണം, അനുഗ്രഹിക്കണം കർത്താവ്. തിരുസഭയിലൂടെ എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ കൃപയുടെ ഈ അധികാര ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആജ്ഞാപിക്കുന്നു. ഈ കൂട്ടായ്മയിലുള്ള ഓരോ മകനിലും ഓരോ മകളിലും കുടുംബത്തിലുമുള്ള ബന്ധനങ്ങൾ കെട്ടുകളുടെ മേലും കൽപ്പിക്കുന്നു. സാത്താന്റെ ചങ്ങലകൾ കൽപ്പിക്കുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവയെ ബന്ധിക്കുന്നു, 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 ബഹിഷ്കരിക്കുന്നു. ചങ്ങലകൾ പൊട്ടട്ടെ, യേശു നാമത്തിൽ പൊട്ടട്ടെ. എന്നാൽ അവിടുന്ന് പിച്ചളവാതികൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകൾ ഒട്ടിക്കുന്നു. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളായ ദുരിതത്തിലായി എല്ലാ ഭക്ഷണത്തെയും കൊടുത്തു, വൃത്തിക്ക് അവാർഡങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടത്തിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവർ തന്റെ വചനം അയച്ചവരെ സുഖപ്പെടുത്തി വിനാശം വിടുവിച്ചു. നമുക്ക് സ്തുതിക്കാം. സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.